Watch India's largest kids library only on Jio Hotstar. Download the app now. ലീഡർ വിജയിക്കട്ടെ, ലീഡർ വിജയിക്കട്ടെ, ലീഡർ ഒരു ക്രിമിനൽ ഐഡിയ സൂപ്പർ ആയിട്ട് വരുന്നുണ്ടടാ. ഞാൻ നേതാവാകാൻ പോവുകയാണടാ, നേതാവ്. കണ്ടോ, ഇനി ആ ചിങ്കം സാർ എനിക്ക് സല്യൂട്ട് അടിക്കും. ആ മോട്ടു പത്ലുവിനെ ഞാൻ ഒരിക്കലും ജീവിക്കാൻ വിടില്ല. ഈ ഐഡിയ വളരെ നല്ലതായിട്ടുണ്ടല്ലോ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ഈ നഗരത്തെ ശുദ്ധമായി വെക്കണം. അതിന് നമ്മളെല്ലാവരും ഒരുമിക്കണം. അല്ല ജോണ്, ഇതെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് ഇപ്പൊ ഞാൻ നേതാവാണ്, സോഷ്യൽ വർക്കർ. ഈ നഗരം ശുദ്ധമാക്കേണ്ടത് എന്റെ കടമയാണ്. ഇനി ഞാൻ കൊള്ളയടിക്കൊന്നുമില്ല. ഇപ്പോൾ പോലും ഞാനൊരു സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോവാൻ പോവുകയാണ്. അതിന് മേയർ സാറാണ് ചീഫ് ഗസ്റ്റ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വരണേ, പ്ലീസ്. വെൽക്കം, നന്ദി, നമസ്കാരം. അതെ, ഈ ജോണിന് എന്താണ് പറ്റിയത്? ഇപ്പൊ പൊളിറ്റീഷ്യൻ ആവാന്ന് പറയുന്നു. ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. ഹലോ മോട്ടു, ജോൺ നഗരത്തിൽ എല്ലായിടത്തും ബോംബ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മേയറെ മറ്റുള്ളവരെ എല്ലാം അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ്. അവരെല്ലാം ബോംബ് വെച്ച് കൊല്ലാനാണ് ലക്ഷ്യം. അവിടെയുള്ള ബോംബ് എല്ലാം നീക്കം ചെയ്യണം, പെട്ടെന്നാവട്ടെ. എനിക്ക് ആദ്യമേ ഇത് ശരിയാണെന്ന് തോന്നി. ആ ജോണിനെ വെറുതെ വിടാൻ പാടില്ല. പത്തില് വരൂ, ആ ജോൺ സ്കൂളിൽ ബോംബ് വെച്ചിട്ടുണ്ടത്രേ. വരൂ. ഈ ബോംബ് ഇപ്പൊ എവിടുന്നാ വന്നത്? എന്റെ പൊന്നെ ചേട്ടാ, ഇതെന്താ ഇപ്പൊ പുതിയൊരു പ്രശ്നം? ഇപ്പൊ ഈ നഗരത്തിന്റെ മേയർ സാർ ഈ സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടുത്തെ റിബൺ കട്ട് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്ത് വെക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. നിർത്തൂ, ഒരു ഇനോഗ്രേഷനും ഇവിടെ നടക്കില്ല. നിർത്താൻ. ഇവിടെ 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 എവിടെ ബോംബ്? എവിടെ കിട്ടിയോ? അതെ മോട്ടു, നീ ഇതെന്താണ് ചെയ്യുന്നത്? ആരോ ഒരാൾ ഫോൺ ചെയ്ത് ബോംബുണ്ടെന്ന് പറഞ്ഞപ്പോ നീ അതും കേട്ട് തുള്ളാൻ നിൽക്കുകയാണോ? ദേഷ്യത്തിലിരിക്കുക. എല്ലാരും കൊല്ലാൻ വേണ്ടി അയാൾ ബോംബ് ഇടുകയാണ് സാർ. അല്ല മോട്ടു, എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? അതാണോ സാർ, ഞാൻ നിങ്ങളെ ഈ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചില്ലേ, അതിൽ മോട്ടുവിന് ദേഷ്യമുണ്ട് സാർ. മോട്ടു എന്താ അറിയോ പറഞ്ഞത്? അവനാണ് ഈ നഗരത്തിൽ ഏറ്റവും വലിയവനെന്ന്. അവനെ എന്തിനു വിളിച്ചില്ല, അവനോട് എന്തിനു പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഈ സ്കൂള് തന്നെ നാശമാക്കും എന്നാ എന്നോട് പറഞ്ഞത്. അതെ മേയർ സാർ. നിങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ? ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോ സംഭവിക്കാൻ പോകുന്നത് കണ്ടോണം. ദേവന്മാരെ, പിടിക്കണേ, നമ്മളെ ബോംബ് ഇട്ട് നോക്കിയാൽ വിടരുത്. പിടിക്കണേ, നിങ്ങൾക്ക് ഞങ്ങൾ കണ്ടൂടെ തല്ലിക്കൊല്ലുന്നത്? മോട്ടു, ജോൺ ഒരു ബാങ്ക് ഇനാഗറേറ്റ് ചെയ്യാൻ പോവാണ്. അവിടേക്ക് മേയറെ ക്ഷണിച്ചിട്ടുണ്ട്. മേയർ സംസാരിക്കാൻ നോക്കുമ്പോൾ ജോൺ പിന്നിൽ കൂടെ പോയി ബാങ്ക് മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചെല്ലൂ, ഇല്ലെങ്കിൽ അയാൾ ബാങ്ക് മുഴുവൻ കൊള്ളയടിച്ചോണ്ട് പോകും. എനിക്കറിയാമായിരുന്നു ഈ ജോൺ ഇതുപോലെ എന്തെങ്കിലും കാണിക്കുമെന്ന്. അത് തടയുവാൻ ഞാൻ ആദ്യമേ അകത്ത് കയറി ഇരുന്നേ പറ്റൂ. വേഗത്തിൽ ഫുർഫുറി നഗരത്തിലെ പുതിയ ബാങ്കിലോട്ട് വരൂ, വേഗം. അല്ല, ഇതെന്താ? സേഫ് ലോക്കറിന്റെ ലോക്ക് തുറന്നിരിക്കുകയാണല്ലോ. എന്താ ഇത്? ഇതിനകത്തുള്ള കാശൊക്കെ ആരോ എടുത്തോണ്ട് പോയല്ലോ. അല്ല ഇതൊന്നു പറ്റി? എനിക്ക് തോന്നുന്നു ആരോ എന്തോ മോഷണം നടത്തുന്നുണ്ടെന്ന്. മോട്ടു, പെട്ടെന്ന് പുറത്തു വരൂ. നാട്ടുകാർ ഇതിന് തല്ലാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ. എടോ, താനൊന്നും ചെയ്തിട്ടില്ലെന്ന് തനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. നാട്ടുകാർക്ക് അറിയില്ല. അവരാദ്യം തല്ലും, പിന്നെ കാര്യം ചോദിക്കത്തുള്ളൂ. വേണമെങ്കിൽ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടോളൂ. ഓടിക്കോ. അയ്യോ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. നോക്കിക്കേ, ആ കള്ളൻ ഓടാൻ ശ്രമിക്കുന്നു. കള്ളനെ പിടിക്കോ. നിങ്ങളെന്തിനാ എന്റെ പുറകിൽ വരുന്നത്? എന്നോടൊന്നും
പക്ഷെ അതിനു വേണ്ടി മോട്ട് തല്ല് മേടിക്കുന്നു. നമ്മൾ കൊള്ളയടിച്ച പണമൊക്കെ ഞാൻ ഇവിടെയാണ് കുഴിച്ചു വെച്ചിരിക്കുന്നത് അവന് അറിയില്ല. എല്ലാവരും ഭൂമിയിൽ വിത്താണ് നടുന്നത്. പക്ഷെ ഈ ജോൺ ദ ഡോൺ അവൻ കൊള്ളയടിച്ച പണമൊക്കെ കുഴിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഞാൻ എത്ര സാധനങ്ങൾ കുഴിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ആർക്കും അതറിയില്ല. മോട്ടു, ഇപ്പോഴല്ല. ജോണിന്റെ ഈ പ്രവർത്തികളെല്ലാം നമ്മൾ എല്ലാവരും മുമ്പിലും വെച്ച് പറഞ്ഞു കൊടുക്കണം. പക്ഷെ എങ്ങനെയാ പത്തലു? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഹലോ, ഞാനാണ് മിനിസ്റ്റർ ജോനാണ് സംസാരിക്കുന്നത്. മന്ത്രി സാറേ, ഇതുവരെ സംഭവിച്ചതെല്ലാം മറന്നു കളയണം. നിങ്ങളിപ്പോൾ ഒരു മിനിസ്റ്റർ ആയില്ലേ, അതുകൊണ്ട് ഞങ്ങളും നല്ല പ്രവർത്തികളെല്ലാം ചെയ്യാൻ പോവുകയാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ദയവായി ഞങ്ങളുടെ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യാൻ വരണം. വരാൻ പറ്റില്ലെന്ന് മാത്രം പറയരുത്. തീർച്ചയായിട്ടും ഞാൻ വരാം. തീർച്ചയായിട്ടും വരാം. താങ്ക് യു. ഇപ്പൊ മോട്ടു പത്ല് പോലും എന്നെ മിനിസ്റ്റർ ആയിട്ട് അംഗീകരിച്ചടാ. അതെ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ഈ ഭൂമിയുണ്ടല്ലോ, ചിങ്കം സാറ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് കൃഷി ചെയ്യാൻ പോവാ. എന്നിട്ട് ഇതിലെ കിട്ടുന്ന കാശ് കൊണ്ട് പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ പോവാണ്. അല്ലാതെ അദ്ദേഹത്തിന് കഴിക്കാനൊന്നുമല്ല. എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? ഓഹോ, ഞാൻ നന്നായിട്ട് കുടുങ്ങിയല്ലോ. ഇവിടെയല്ലേ ഞാൻ എല്ലാ സാധനങ്ങളും കുഴിച്ചു വെച്ചിരിക്കുന്നത്. മന്ത്രി സാറേ, വരൂ, നമുക്ക് ഇനോഗ്രേഷൻ ചെയ്യാം. ശരി, ഇതാ തുടങ്ങിയേക്കാം. ഇതാ. ഓക്കെ, കഴിഞ്ഞു. ക്ലാപ്സ് പ്ലീസ്. അങ്ങനെ അല്ല മന്ത്രി സാറേ, പാടത്തിൽ കൂടെ ട്രാക്ടർ ഓടിക്കണം. ബോസ് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ കൊള്ളയടിച്ച സാധനങ്ങളൊക്കെ ഈ സ്ഥലത്തല്ലേ ബോസ് നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം ബോസ് ട്രാക്ടർ ഓടിക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും പുറത്തു വരത്തില്ലേ? ഇതിൽ നിന്ന് എങ്ങനെയാടാ ഒന്ന് ഊരിപ്പോവുക? എന്താ മന്ത്രി സാർ ആലോചിക്കുന്നത്? വേഗം ആവട്ടെ. ഞങ്ങളൊക്കെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ കൈ കൊണ്ട് ഇത് തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും ഒരുപാട് സ്വർണങ്ങൾ എടുക്കാമെന്ന്. വേഗം ആവട്ടെ സാറേ. അതാ കുഴിക്കാം. ഈശ്വര, എന്നെ സഹായിക്കൂ പ്ലീസ്. എന്റെ സ്വർണങ്ങളൊന്നും പുറത്തേക്ക് വരരുത്. ഞാൻ കൊള്ളയടിച്ചതൊന്നും ആർക്കും അറിയരുത്. ഈശ്വര, നീ തന്നെ എന്നെ രക്ഷിക്കണം. ഞാൻ രക്ഷപ്പെട്ടു. ഒന്നും വന്നിട്ടില്ല. ഞാൻ രക്ഷപ്പെട്ടു. സൂപ്പർ അല്ലേ? താങ്ക് യു ഈശ്വര. താങ്ക് യു സോ മച്ച്. നമ്മുടെ മണ്ണിൽ ലീഡർ ശരിക്കും സ്വർണം തന്നെ വിളയിച്ച് കളഞ്ഞല്ലോ. എന്ത് സ്വർണമോ? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന ബ്രേക്ക് എവിടെ പോയി? എന്താ നിങ്ങൾ അന്വേഷിക്കുന്നത് മന്ത്രി സാറ്? ബ്രേക്ക് ആണോ? അയ്യോ, എന്റെ സ്വർണം. ഇനിയും സ്വർണ്ണങ്ങൾ പുറത്തേക്ക് വരുന്നു. ആരും അടുക്കല്ലേ. അതൊക്കെ എന്റേതാണ്. എല്ലാവരും പോകൂ, ഇവിടുന്ന് വേഗം പോകൂ. അതൊക്കെ എന്റേതാണ്. എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് നിർത്ത്. ഈശ്വര, ഈ ട്രാക്ടർ ജീവിതം തന്നെ നശിപ്പിക്കുമല്ലോ. ഇതിനെ ഞാൻ എങ്ങനെ നിർത്താനാ? മന്ത്രി സാറേ, അഭിനന്ദനങ്ങൾ. ഈ മണ്ണിൽ നിന്നും നിങ്ങൾ കാരണം സ്വർണം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. മന്ത്രി സാറ്, ട്രാക്ടറിന് ബ്രേക്ക് ഇല്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ട് അതിന് നിർത്താൻ പറ്റില്ല. ട്രാക്ടർ നിൽക്കുന്നില്ല. എന്റെ കൈയും കാലും വിറയ്ക്കുന്നല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിൽക്ക്. ട്രാക്ടർ ആരെങ്കിലും നിർത്ത്. മന്ത്രി ജോൺ ജിന്ദാബാദ്. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ നല്ലപോലെ ജീവിക്കാൻ. എന്റെ അധ്വാനം മൊത്തം ഇങ്ങനെ ഒരു ദിവസത്തിൽ നാശമായല്ലോ. ഇപ്പൊ ഇതാ മരത്തിൽ നിന്നും പൈസ വീഴുന്നുണ്ട്. മതി, എല്ലാം നിർത്തു. ഇതൊക്കെ എന്റെ പണമാണ്. ഞാൻ കൊള്ളയടിച്ചതാണ്. മോട്ടു പത്ലു എന്നെ പറ്റിച്ചു. ഭൂമിയിൽ നിന്നല്ല സ്വർണം വരുന്നത്. ഇതൊക്കെ ഞാൻ കൊള്ളയടിച്ച പണമാണ്. അതെ. പക്ഷേ മന്ത്രി സാറ്, ഇതൊക്കെ നിങ്ങളുടെയാണെന്ന് എങ്ങനെയാ പറയുന്നത്? ഇതൊക്കെ ഭൂമിയിൽ നിന്ന് കിട്ടിയതല്ലേ, പിന്നെ മരത്തിൽ നിന്ന് പൊട്ടി വീഴുന്നു. ഇതാ കണ്ടില്ലേ? ഈ പണം ഞാൻ ഫുർഫുറി നഗർ ബാങ്കിൽ നിന്നാണ് കൊള്ളയടിച്ചത്.
ഇതാ കണ്ടില്ലേ, ഇതിൽ ബാങ്കിന്റെ സ്റ്റാമ്പ് കാണുന്നുണ്ട്. ഇത് ഞാൻ ലക്കി ജ്വല്ലേഴ്സിൽ നിന്നാണ് കൊള്ളയടിച്ചത്. ഇതിനെ ഞാൻ മേയർ സാറിന്റെ വീട്ടിൽ നിന്നാണ് കട്ടത്. ഇതെന്റെ ഭാര്യയുടെ ആഭരണമാണല്ലോ. ഇത് താനാണോ മോഷ്ടിച്ചത്? അതെ അതെ അതെ, എനിക്ക് സ്വന്തമാണ്. ഇവിടെയുള്ള സ്വർണങ്ങളൊക്കെ എന്റെ സ്വന്തമാണ്. ഞാൻ കൊള്ളയടിച്ചതാണ്. എന്റെ അല്ല, ഞങ്ങളുടേതാണ്. താൻ ലീഡർ ചമഞ്ഞ് മനുഷ്യരെ വഞ്ചിക്കുകയാണ്. അവനെ അടിക്ക്. അവൻ കള്ളനാണ്. അവനെ വെറുതെ വിടരുത്. ഇടിക്ക്. കുടുങ്ങിയ അവര് നമ്മളെ ഇടിച്ച് പഞ്ചറാക്കുമ്പോടാ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ഓടിക്കോ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കടാ. വേണ്ട വേണ്ട, ആരും എന്നെ തല്ലല്ലേ. ഇത് ചീറ്റിംഗ് ആണ്. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. എന്നെ വിട്ടേക്ക് പ്ലീസ് പ്ലീസ് പ്ലീസ്. ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. Watch India's largest kids library only on Geo Hotstar. Download the app now.